ഹലോ ഗായ്സ്, കുറേ കാലമായല്ലേ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന്. ഇന്ന് ഓണത്തിൻ്റെ തലേന്നല്ല, അതിൻ്റെ ഒരു ദിവസം മുന്നേ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയും ഞാനും ഏട്ടനും കൂടി വടകരയ്ക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി, ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ആദ്യം എത്തിയത് നമ്മുടെ ഇവിടെ ഒരു മുനിസിപ്പാലിറ്റീൻ്റെ ഒരു പാർക്കുണ്ട് കേട്ടോ, ഹരിയാലി പാർക്ക് എന്ന് പറഞ്ഞാൽ. ഇവിടെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലെങ്കിലും പക്ഷേ നല്ല സുഖമാണ്. ഈ ഒരു വടകര ടൗണിൻ്റെ ആ ഒരു ട്രാഫിക്കിൻ്റെ അകത്ത് നിന്നൊക്കെ നമുക്കിങ്ങനെ ബുദ്ധിമുട്ടുന്നേരം ഒന്ന് തണൽ, ചൂടത്ത് പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത് ഇങ്ങനെ കുറച്ച് മരത്തിൻ്റെ ഇടയിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല രീതിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സ്ഥലം. ഇവിടുത്തെ ടിക്കറ്റ് ഫീ വരുന്നത് വലിയ ആൾക്കാർക്ക് 10 രൂപയാണ്. കുഞ്ഞുമക്കൾക്ക് എത്ര രൂപയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പൈസ ഉണ്ടോയെന്നും അറിയത്തില്ല. 10 രൂപയാണ് വലിയ ആൾക്കാർക്കുള്ളത്. നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരുപാട് ഇങ്ങനെ ചെറിയ അങ്ങനത്തെ കൂടാരം പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരുന്നു, ഏട്ടനും അവിടെ ഇരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയല്ലേ, ചുറ്റിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ച് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ളതൊന്നുമില്ല. കുറച്ച് പാർക്കിൻ്റെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കുട്ടികളെക്കാട്ടും വലിയ ആൾക്കാർ കേട്ടോ എൻ്റെ മുകളിൽ കിടന്ന് ഊഞ്ഞാലാടുന്നതും ബുദ്ധി പറയുന്നതൊക്കെ. അപ്പം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെയും കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്യാമറയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേരെ ഭയങ്കര പൊള്ളലായിരുന്നു. എൻ്റെ അമ്മോ, വെയിൽ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാണ്, മഴയാകുമ്പോഴത്തേക്ക് ഭയങ്കര മഴ, ഭയങ്കരമായ കാലാവസ്ഥ കേട്ടോ നോക്ക്. അയ്യോ, അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ കെട്ടിയോൻ ഇരിക്കുന്നിടത്തിലേക്ക് ഞാൻ ഇവിടെ വന്നു. അപ്പോഴാണ് ഒരു സാധനം ഞാൻ ശ്രദ്ധിച്ചത്. ദേ ഗൈസ്, നിങ്ങൾ കണ്ടോ ഈ മരം? സൂക്ഷിച്ചൊന്ന് നോക്കിയേ അതിൻ്റെ മുകളിൽ എന്തൊക്കെയുള്ളതെന്ന്. പല ആൾക്കാരെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഒരു മരത്തിനെ പോലും വെറുതെ വിടാത്ത ആൾക്കാരെന്ന് ഞാൻ ആലോചിക്കുക. ഭയങ്കര മോശം പരിപാടിയല്ലേ ഇത്, ഇങ്ങനെ പേരൊക്കെ എഴുതി വെക്കുന്നത്. എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഞങ്ങൾ അവിടെ ചിലവഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിക്കാമെന്ന്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെത്തിൽ ഹോട്ടലുണ്ട് കേട്ടോ. നല്ല റേറ്റൊക്കെ ഉള്ള, മീൻസ് ഈ സ്റ്റാർ ഉണ്ടാവില്ലേ, അതിൽ നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഹോട്ടലായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ഊണ് മാത്രമാണ് കിട്ടുക കേട്ടോ, ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ നല്ലൊരു ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. നേരത്തെ 12 മണിയാകുമ്പോഴത്തേക്ക് ഊണ് കഴിക്കുന്നത് എന്താണെന്ന് വിചാരിക്കണ്ട, ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. 1:30 ഷോ. അപ്പോൾ ഇവിടുന്ന് നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഇല വന്നു, അതിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഈ ഫസ്റ്റ് വിളമ്പി കൂട്ടുകറി കേട്ടോ. പിന്നെ നമ്മളെല്ലാ സദ്യയിലുള്ള അധിക സാധനങ്ങളും ഉണ്ടായിരുന്നു. പച്ചടി, പിന്നെ ഉപ്പേരി, കച്ചമ്പർ, അച്ചാർ, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഈ കൂട്ടുകറിയില്ലേ, ഈ സാധനം, അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ അകത്തൊരു കച്ചമ്പർ, ഈ സാധനം കണ്ടില്ലേ, കച്ചമ്പറും വിളമ്പി കേട്ടോ. അത് സദ്യേനോട് എനിക്കറിയില്ല. പിന്നെ ഇതിനെന്തെങ്കിലും പേര് പറയുക, കൂട്ടുകറിയല്ലല്ലോ, എന്തെന്നാ പറയുക, ഓലനാണെന്ന് തോന്നുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ സദ്യ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് ആ ചേച്ചി. പക്ഷേ നമുക്ക് സദ്യ വേണ്ടാന്ന് പറഞ്ഞു, നോർമൽ സ്റ്റോറ് മതി എന്ന് പറഞ്ഞു. അവിടെ അപ്പുറത്തെ ടേബിൾ മേൽ നല്ലോണം പാർസൽ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് എന്തോ ഓണപ്പരിപാടീൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു, ഒരുപാട് പാർസലുകൾ ഉണ്ടായിരുന്നു സദ്യേൻ്റെ. നല്ല കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ്. ഞാൻ ഈ അടുത്ത് കഴിച്ച നല്ലൊരു ഊണാണ്. ഞാൻ പൊതുവേ പുറത്ത് പോയ ഊണ് അങ്ങനെ കഴിക്കാൻ നിൽക്കല്ല, അല്ലെങ്കിൽ ബിരിയാണിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുക. പക്ഷേ ഇത് നല്ല ഫുഡായിരുന്നു. സാമ്പാറുണ്ടായിരുന്നു, പിന്നെ മോര് കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. മീൻ കറി അതിൻ്റെ അകത്ത് വിളമ്പിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് അയില പൊരിച്ചത് വാങ്ങി. അയിലൊക്കെ നല്ല ഫ്രഷ് അയിലയായിരുന്നു കേട്ടോ,
ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞങ്ങൾ ചിക്കൻ പാർട്സും കൂടി വാങ്ങി. അതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വറുത്തരച്ചിട്ടുള്ള കറിയില്ലേ, അങ്ങനത്തെ പാർട്സ് കറിയായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞു. പിന്നെ ഒരു ഗ്ലാസ്സിൽ മോരും പിന്നെ ഒരു ഗ്ലാസ്സിൽ പായസമായിരുന്നു. അങ്ങനെ വയറ് നിറച്ച് നല്ല അടിപൊളി ഫുഡ് നല്ല സംതൃപ്തിയോടെ തിന്നു. അങ്ങനെ ഫുഡും കഴിച്ച് നേരെ ഓട്ടോ പിടിച്ച് നമ്മളിതാ കോടതിൻ്റെ അടുത്തുള്ള CNC അശോക് CNCയിലേക്കാണ് വന്നത്. ഇവിടെയാണ് സിനിമ കളിക്കുന്നത്. ഏത് സിനിമയെന്നറിയോ? ഇപ്പോൾ പറഞ്ഞുതരാം. അങ്ങനെ പോയി ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് ഉണ്ടായിരുന്നു, അതാണ് ബുക്ക് ചെയ്യാറുണ്ട്. ഇവിടെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ലോട്ടറി ചേട്ടൻ വന്നു. അപ്പോൾ പിന്നെ ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള രീതിക്ക് ഒന്ന് വെറുതെ ഒരു സുഖമല്ലേ, അപ്പോൾ അവർക്കൊരു സഹായം എന്ന് വെച്ചാൽ ഞാനൊരു ലോട്ടറി എടുത്തു. അങ്ങനെ നമ്മൾ തിയേറ്റർ സമയമായി 1:30 ആയി. അപ്പം നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നു. നല്ല നല്ല സെറ്റപ്പാണ് കേട്ടോ അവിടുത്തെ. ഇതിൻ്റെ മുന്നേയും വന്നിട്ടുണ്ടെങ്കിലും സൗണ്ട് സിസ്റ്റം അതിനെക്കാട്ടും മികച്ചതാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇങ്ങനെ ഫോണിൽ എങ്ങനെ കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് കേട്ടു നോക്ക്. ലാലേട്ടനെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതാ പടമെന്ന്? ഹൃദയപൂർവ്വം കേട്ടോ. ആ സിനിമയാണ് കാണാൻ വന്നത്. നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു. എനിക്ക് പേഴ്സണലി അടിപൊളി ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയായിരുന്നു. എല്ലാവരും ഒന്ന് കാണുക. പിന്നെ ഞങ്ങൾ സിനിമയും കണ്ട് വീട്ടിലേക്ക്.